മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഹിമാലയ പർവ്വതനിരകളിൽ നേപ്പാൾ ചൈന അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1865 ബ്രിട്ടീഷ് സർവേയറും ആർമി ഓഫീസറുമായ സർ ആൻഡ്രൂ തൻ്റെ മുൻഗാമിയായ കേണൽ സർ ജോർജ് എവറസ്റ്റിൻ്റെ പേരിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8849 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ഈ കൊടുമുടിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ലോകത്തിലെ എല്ലായിടത്തുമുള്ള പർവ്വതാരോഹികൾ എന്നും പരിശ്രമിക്കാറുണ്ട്. തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തി തങ്ങളുടെ രാജ്യത്തിൻ്റെ പതാക പാറിക്കാൻ ശ്രമിച്ചവർ ഒരുപാടാണ്. ചില ആളുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു, മറ്റുള്ളവർക്ക് പരാജയപ്പെട്ട് തിരിച്ചു മടങ്ങേണ്ടിയതായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിലെ സന്തോഷ് യാദവ് എന്ന വനിത മൗണ്ട് എവറസ്റ്റിൻ്റെ കൊടുമുടിയുടെ മുകളിൽ 2 തവണ എത്തിച്ചേർന്ന് തൻ്റെ ഭാരതത്തിൻ്റെ പതാക പാറിച്ചിട്ടുണ്ട്. നമുക്ക് അവരെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ പഠിച്ചാലോ? നമ്മുടെ പുതിയ പാഠത്തിൻ്റെ പേര് ഖൂബ്സൂരത് അനുഭൂതി ഹേ മൗണ്ട് എവറസ്റ്റ്. സന്തോഷ് യാദവുമായിട്ടുള്ള ഒരു സാക്ഷാത്കാർ ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 93 साक्षात्कार नाम खूबसूरत अनुभूति है माउंट एवरेस्ट, लिखा है संतोष यादव के साथ साक्षात्कार करने वाला मनीष कुमार सिन्हा. अपने टेक्स्ट बुक उठाइए और देखिए पाठभाग को. पाठपुस्तकम എടുത്തില്ലേ? നോക്കൂ. माउंट एवरेस्ट की चोटी पर 2 बार पहुंचने वाली भारत की पहली महिला पर्वतारोही संतोष यादव का बचपन अन्य बच्चों की तुलना में कुछ हटकर रहा. മൗണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ ചോട്ടി പർ ഉയരങ്ങളിൽ 2 बार पहुंचने वाली 2 തവണ എത്തിച്ചേർന്ന ഭാരത് की पहली महिला पर्वतारोही ഭാരതത്തിലെ ആദ്യത്തെ വനിതയായ പർവ്വതാരോഹി സന്തോഷ് യാദവ് ക ബച്പൻ പർവ്വതാരോഹിയായിട്ടുള്ള സന്തോഷ് യാദവിൻ്റെ ബച്പൻ കുട്ടിക്കാലം അന്യ ബച്ചോं की तुलना में മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുച്ച് ഹട്കർ റഹ വേറിട്ടതായിരുന്നു. ഹട്കർ വേറിട്ട, തുലന കർണ താരതമ്യം ചെയ്യുമ്പോൾ കുച്ച് ഹട്കർ റഹ വേറിട്ടതായിരുന്നു. ബച്പൻ സേ ഹി വേ നിഡർ രഹി, കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവർ നിഡർ നിർഭയായിരുന്നു. നിഡർ നിർഭയ, ഭയമില്ലാത്തവൾ. കിസി ബി ചീസ് കോ ജാൻനെ കി ഉൻകി ജിജ്ഞാസ, ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കാനുള്ള അവരുടെ ആകാംക്ഷ ഹമേഷ എന്നും ഉൻകെ അന്തർ അവരുടെ ഉള്ളിൽ ഫലവതി രഹത്തി വളരെ ശക്തമായിട്ട് കാണപ്പെട്ടിരുന്നു. ബലവതി രഹത്തി ശക്തമായി കാണപ്പെട്ടിരുന്നു. ബർഫ് സെ ഠക്കി ചോടിയോങ്കോ, മഞ്ഞ് മൂടിയ കൊടുമുടികളിൽ സമജ്നേക്ക് തിരിച്ചറിയുവാനുള്ള ജിജ്ഞാസ, ആകാംക്ഷ. ബർഫ് സി ഠക്കി, മഞ്ഞ് മൂടിയ, ചോടിയാം കൊടുമുടികളെ, സമജ്നേക്ക് അറിയുവാനുള്ള ജിജ്ഞാസ, ആകാംക്ഷ. ഉനെ ഏക് ദിൻ, അവരെ ഒരു ദിവസം മൗണ്ട് എവറസ്റ്റ് की छोटी पर മൗണ്ട് എവറസ്റ്റിൻ്റെ കൊടുമുടിയുടെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. സന്തോഷ് യാദവിനെ മനീഷ് കുമാർ സിൻഹ അഭിമുഖം ചെയ്യുന്നതാണ് ഇനി തന്നിരിക്കുന്ന ഭാഗങ്ങൾ. മനീഷ് കുമാർ സിൻഹയുടെ ആദ്യത്തെ ചോദ്യം നോക്കിയാലോ? ആപ്ക ബച്പൻ കൈസേ രഹേ, താങ്കളുടെ കുട്ടിക്കാലം എപ്രകാരമായിരുന്നു? ബച്പൻ കുട്ടിക്കാലം. ബച്പൻ കൈസേ രഹേ, കുട്ടിക്കാലം എപ്രകാരമായിരുന്നു? അവരുടെ മറുപടി നോക്കൂ. ബഹത് ഷരാരത്തി ദി, വളരെ വികൃതിയായിരുന്നു. ബഹത് ഷരാരത്തി ദിമി, വളരെ വികൃതിയായിരുന്നു. ഷരാരത്തി എന്ന വാക്കിൻ്റെ അർത്ഥം വികൃതി ആയിരുന്നു സന്തോഷ് യാദവ്. ലേക്കിൻ എന്നാൽ ഫിർ അചാനക്, വളരെ പെട്ടെന്നാണ് ശാന്ത് ഹോഗൈ, ശാന്തമായ സ്വഭാവത്തിലേക്ക് മാറിയത്. പിതാജിക്ക് ആർമി മേ ഹോനെ കെ കാരൻ, പിതാവ് ആർമിയിലെ ഉദ്യോഗസ്ഥനായത് കാരണം മേരെ ജ്യാദാതർ ബച്പൻ, എൻ്റെ ഭൂരിഭാഗവും കുട്ടിക്കാലം ദാദി കെ സാത്ത് ബീത്ത, മുത്തശ്ശിയോടൊപ്പമാണ് ചിലവഴിക്കപ്പെട്ടത്. ഓർ അപ്പനി ദാദി കി ലാഡ്ലി ദി, ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ ലാഡ്ലി
ഓമനയായിട്ടുള്ള കുട്ടിയായിരുന്നു. വളരെ പ്രിയങ്കരിയായ ലാഡ്ലി പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു സന്തോഷ് യാദവ്. ആരുടെ? ദാദിയുടെ, മുത്തശ്ശിയുടെ. 5 ഭായിയോं की बीच, 5 സഹോദരന്മാർക്കിടയിൽ അഖേലി ഹോനെ കെ കാരൻ, ഒരേ ഒരു പെൺകുട്ടി ആയത് കാരണം മുझे अपने भाइयों का, എനിക്ക് അപ്പനെ ഭായിയോं का, എൻ്റെ സഹോദരന്മാരുടെ ഭർപൂർ നിറയെ പ്യാർ മില, സ്നേഹം ലഭിച്ചു. और पूरे घर में, മുഴുവൻ വീട്ടിൽ मैं चहेती थी, चहेती പ്രിയപ്പെട്ടവൾ. पूरे घर में മുഴുവൻ വീട്ടിലും मैं चहेती ഞാനൊരു പ്രിയപ്പെട്ടവൾ കൂടിയായിരുന്നു. आज मुझे महसूस होता है, ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് कि എന്തെന്നാൽ ജിസ് ബच्चे को घर में अच्छा प्यार मिलता है, ഏത് കുട്ടിക്കാണോ തൻ്റെ വീട്ടിൽ നല്ല സ്നേഹം ലഭിക്കുന്നത്, പ്യാർ മിൽത്താ ഹെ, സ്നേഹം ലഭിക്കുന്നത്, वो किसी भी क्षेत्र में, അവർക്ക് किसी भी ക്ഷേത്ര മേഖലകൾ, किसी भी क्षेत्र में, ഏത് മേഖലകളിലും अच्छा कर सकता है, നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. किसी भी क्षेत्र में, ഏത് മേഖലകളിലും अच्छा कर सकता है, നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അടുത്ത ചോദ്യം, പഠായി ലിഖായി കേസി രഹി, അങ്ങയുടെ പഠിത്തമെല്ലാം എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്? പഠായി ലിഖായി കേസി രഹി, പഠിത്തമെല്ലാം എങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത്? ദോ കമറോ കാ മേരാ സ്കൂൾ, 2 മുറികൾ മാത്രമായിരുന്നു എൻ്റെ സ്കൂളിൽ ഉണ്ടായിരുന്നത്. മേരി കക്ഷാമേ സിർഫ് 4 ബച്ചേ തെ, എൻ്റെ ക്ലാസ്സിൽ കേവലം 4 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. बैठने के लिए घर से भोरी लेकर जाते थे, ക്ലാസ്സിലിരിക്കാൻ ഘർ സെ, വീട്ടിൽ നിന്നും, ഭോരി ലേക്കർ, ചാക്കുമായിട്ടായിരുന്നു ജാത്തേതെ, ഞങ്ങൾ പോയിരുന്നത്. കബി ബർസാത്ത് ഹോ ജാത്തി, ചിലപ്പോഴെല്ലാം മഴ പെയ്യുന്ന സമയങ്ങളിൽ, ബർസാത്ത് ഹോന, മഴ പെയ്യുന്ന ചില സമയങ്ങളിൽ, ഹമേ ഉസേ ഹി ഓഡ് ലേത്തെ, അത് തന്നെ പുതക്കാൻ ഉപയോഗിക്കാമായിരുന്നു. ഉസേ എന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഉസ് ബോരിക്കു, ആ ചാക്ക് തന്നെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഓഡ് ലേത്ത, ഓർണ പുതയ്ക്കുക, ഓഡ് ലേത്ത പുതയ്ക്കുക. 5वीं कक्षा तक, 5ാം ക്ലാസ് വരെ, മേനെ ഗാവ് കി സ്കൂൾ മേ പഠായി കി, ഞാൻ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. 5वीं കക്ഷ, 5ാം ക്ലാസ് വരെ അവരെവിടെയാണ് പഠിച്ചത്? ഗാവ് കി സ്കൂൾ മേ, ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. ഫിർ നസ്ദീക് കെ എക് കസ്ബേ മേ ജാനെ ലഗി, പിന്നീട് നസ്ദീക്, സമീപമുള്ള, നസ്ദീക് എന്ന വാക്കിൻ്റെ അർത്ഥം സമീപമുള്ള, എക് കസ്ബേ മേ, ഒരു പട്ടണത്തിൽ, ജാനെ ലഗി, പോകാൻ തുടങ്ങി. നസ്ദീക് കെ കസ്ബ, സമീപമുള്ള പട്ടണത്തിൽ പഠിക്കാൻ വേണ്ടി, ജാനെ ലഗി, പോകാൻ തുടങ്ങി. ആര്? സന്തോഷ് യാദവ്. വഹാ മേനെ 8वीं തക് പഠായി കി, അവിടെ പട്ടണത്തിലെ സ്കൂളിൽ, മേനെ 8वीं തക്, ഞാൻ 8ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത്. और दिल्ली ആകെ, പിന്നീട് ദില്ലിയിലേക്ക് വരികയും ചെയ്തു. 14 വർഷ की उम्र में, 14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്, ഷാദി കർനെ കി ദബാവ് സെ ബച്നെ, വിവാഹം കഴിക്കാനുള്ള വീട്ടിൽ നിന്നുള്ള ദബാവ്, സമ്മർദ്ദത്തിൽ നിന്നും, ബച്നെ കെ ലിയെ, രക്ഷപ്പെടാൻ വേണ്ടി, മേനെ മാതാപിതാ സെ ദൂർ, ഞാൻ അച്ഛനമ്മമാരിൽ നിന്നും വളരെ ദൂരെ, എക് ഹോസ്റ്റൽ മേ രഹക്കർ പഠായി കർനെ ലഗി, ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ തുടങ്ങിയത്. എന്തിനാണ് ഹോസ്റ്റലിൽ താമസിച്ച് അവർ പഠിച്ചത്? ഷാദി കർനെ കി ഘർ കി ദബാവ് സെ ബച്നെ കെ ലിയെ, വിവാഹം കഴിക്കണമെന്ന വീട്ടിലുള്ള ആ സമ്മർദ്ദത്തിൽ നിന്നും ബച്നെ കെ ലിയെ, രക്ഷപ്പെടാൻ വേണ്ടി, ഉन्होंने क्या किया, ആ ഘർ സെ ബഹത് ദൂർ, വീട്ടിൽ നിന്നും വളരെ ദൂരെ, എക് ഹോസ്റ്റൽ മേ രഹക്കർ, ഒരു ഹോസ്റ്റലിൽ താമസിച്ച്, പഠനയിലേക്ക്, പഠിക്കാൻ തുടങ്ങി. എന്താണ് അടുത്ത ചോദ്യം? ഹിമാലയ പർ ചढ़ने की പ്രേരണ കബ് और कैसे मिली, ഹിമാലയത്തിലേക്ക് കയറാനുള്ള ഈ പ്രേരണ കബ്, എപ്പോൾ, കൈസെ, എങ്ങനെയാണ് അങ്ങേക്ക് ലഭിച്ചത്? മേരി ബച്പൻ, എൻ്റെ കുട്ടിക്കാലം. അവരുടെ മറുപടിയാണ്, മേരി ബച്പൻ, എൻ്റെ കുട്ടിക്കാലം, ബഹത് സി ജിജ്ഞാസുതി, ആ സമയം മുതൽ തന്നെ അവർ ബഹത് ജിജ്ഞാസു, വളരെ ആകാംക്ഷയുള്ളവളായിരുന്നു. और യഹി ജിജ്ഞാസ, ഈ ആകാംക്ഷ തന്നെയാണ് മേരി പ്രേരണ ബനി, എൻ്റെ പ്രേരണയും ആയിത്തീർന്നത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ സന്തോഷ് യാദവ് എങ്ങനെയുള്ള സ്വഭാവമുള്ളവളായിരുന്നു? ജിജ്ഞാസ, ആകാംക്ഷയുള്ളവളായിരുന്നു. और ये ജിജ്ഞാസ ഉൻകി പ്രേരണ ബി ബൻ ഗയി, അവരുടെ പ്രേരണയായി തീരുകയും ചെയ്തു. ബർഫ് സെ ഠകെ പഹാഡോ പർ ചढ़ने की ജിജ്ഞാസ, മഞ്ഞു മൂടിയ ഈ പർവ്വതങ്ങളിൽ കയറുവാനുള്ള ആകാംക്ഷ, ബഹത് പഹലെ സെ ഥി, വളരെ ആദ്യം മുതൽക്ക് തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. മഞ്ഞു മൂടിയ പർവ്വതങ്ങളിലേക്ക് കയറാനുള്ള ആകാംക്ഷ വളരെ ആദ്യം മുതൽക്ക് തന്നെ അവരുടെ മനസ്സിൽ നിലനിന്നിരുന്നു. കോളേജ് കെ ദൗരാൻ, കോളേജ് പഠനകാലത്തിൽ, എക് പ്രശിക്ഷൺ ശിബിർ മേ, ഒരു പ്രശിക്ഷൺ ശിബിർ,
പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ജബ് ഹിമാലയ ദേഖ്നെ ഗയി, ഹിമാലയം കാണാൻ വേണ്ടി ഞങ്ങൾ പോയൊരു കാലഘട്ടം. തബ് ഹി മുझे ये സംयोग പ്രാപ്ത് हुआ था, അപ്പോഴാണ് ഈ സന്ദർഭം ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോഴാണ് ഹിമാലയത്തിൽ കയറാനുള്ള അവസരം ആദ്യമായിട്ട് ലഭിച്ചത്. കോളേജ് പരിശീലന സമയത്ത് ഒരു പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഹിമാലയത്തിൽ പോയപ്പോഴാണ് ഈ അവസരം ആദ്യമായി സന്തോഷ് യാദവിന് ലഭിച്ചത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ജിന്ദഗി മേ ജിജ്ഞാസാക്ക ക്യാ അഹമിയത്ത് ഹെ, ജീവിതത്തിൽ ആകാംക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് എന്ത് വിലയാണുള്ളത്? ഇതിന് ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ജിജ്ഞാസ ഹമേ കുച്ച് കർണേ കി പ്രേരണ ഹമേഷ ദേത്തി ഹെ. ആകാംക്ഷകൾ തന്നെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന ഒരു പ്രേരണ നമുക്കെപ്പോഴും നൽകുന്നത്. അതുകൊണ്ട് തന്നെ വോ ഹമേ പ്രതീക്ഷ ദേത്താ ഹെ ഓർ ആകെ ബഡ്നെ കി പ്രേരണ ദേത്തി ഹെ. അത് പ്രതീക്ഷയും മുന്നോട്ട് പോകാനുള്ള പ്രേരണയും ജീവിതത്തിൽ എപ്പോഴും നൽകുന്നു. അപ്പോൾ ജീവിതത്തിൽ ഇത്തരം പ്രതീക്ഷകൾക്കും പ്രേരണകൾക്കും വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്. क्या परिवार की तरफ से कोई हड़चल हुई? क्या परिवार की तरफ से, കുടുംബത്തിൽ നിന്നും ഇത്തരം ഹിമാലയ പർവ്വതത്തിലേക്ക് കയറാനുള്ള അങ്ങയുടെ ആഗ്രഹം കേട്ട് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നോ? ഹഡ്ചൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എതിർപ്പുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടിരുന്നോ? പിതാജി അച്ചംഭേമേ പടുകെ. പിതാവ് ഈ വാക്കുകൾ കേട്ടപ്പോൾ അച്ചംഭേമേ പഠന ആശ്ചര്യപ്പെട്ടുപോയി. പിതാവ് സന്തോഷ് യാദവിൻ്റെ ആഗ്രഹം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അച്ചംഭേമേ പടുകയെ, ആശ്ചര്യപ്പെട്ടുപോയി. ഓ സോച്ചനെ ലഗെ, അദ്ദേഹം ചിന്തിക്കുകയാണ്, യെ കോൺ സാ ഭൂത് സവാർ ഹോ ഗയ, എൻ്റെ മകളിൽ എന്ത് പ്രേതബാധയാണ് സംഭവിച്ചിരിക്കുന്നത്? ഭൂത് സവാർ ഹോ ജാന, പ്രേതബാധ ഉണ്ടാക്കുക. പരിവാർ കെ ലോക് സോച്ചനെ ലഗെ, കുടുംബാംഗങ്ങൾ ചിന്തിച്ചു. ലോക് ക്യാ കഹെങ്കെ, ജനങ്ങൾ എന്താണ് ചിന്തിക്കുക എന്ന്. പരിവാർ കെ ലോക് സോച്ച കി ലോക് ക്യാ സോച്ചനെ ലഗെ, ആളുകൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക? യദി ഹാത്ത് പൈർ ടൂട്ട് ഗയാ, കയ്യും കാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തോ ഷാദി കേസെ ഹോഗി, എങ്ങനെയാണ് വിവാഹം കഴിക്കുക? ഗാവ് കെ ലോക് ക്യാ സോച്ചെങ്കെ, ഗ്രാമവാസികൾ ഇതിനെക്കുറിച്ച് എന്തായിരിക്കും പറയുക, ചിന്തിക്കുക? ലേക്കിൻ എന്നാൽ മേരി സദ് കെ കാരൺ, എൻ്റെ വാശിയുടെ മുന്നിൽ അന്ത്മേ ഉന്നെ മാന്നാ പടാ, അവസാനം അവർക്ക് അത് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. എന്താണ് അംഗീകരിച്ചത്? മൗണ്ട് എവറസ്റ്റിൽ കയറാനുള്ള സന്തോഷ് യാദവിൻ്റെ ആഗ്രഹം അവർക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. മൗണ്ട് എവറസ്റ്റ് पर पहुंचने की अनुभूति हमें बताए. മൗണ്ട് എവറസ്റ്റിലേക്ക് കയറിയപ്പോഴുള്ള അനുഭവങ്ങൾ ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? മറുപടി ശ്രദ്ധിക്കൂ. ബഹത് ഹി അലഗ് ഹെ, വളരെ വേറിട്ടതാണ്. ബഹത് ഹി അലഗ്, വളരെ വേറിട്ട അനുഭവമാണ് അന്നുണ്ടായത്. ജബ് മേ ടോപ്പ് पर पहुंची, ഞാൻ അതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഭാവാത്മക രൂപ സെ ശൂന്യ ഹോ ഗയി, ചിന്താപരമായി തന്നെ, ഭാവാത്മക രൂപ സെ ചിന്താപരമായി തന്നെ ശൂന്യമായി തീർന്നു, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഭാവാത്മക രൂപ സെ ശൂന്യ ഹോ ജാന, ചിന്താപരമായിട്ട് ശൂന്യമായി തീർന്നു. ന കിസി പ്രകാർ കി ഖുഷി, യാതൊരു തരത്തിലുള്ള സന്തോഷമോ നഖം ദുഃഖമോ അന്നുണ്ടായിരുന്നില്ല. വോക്കി ടോക്കി ഫോൺ കെ ജറിയെ മുझे സൂചന ദി ഗയി, വോക്കി ടോക്കി ഫോൺ മുഖേന എനിക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. എന്തെന്നാൽ മേ എവറസ്റ്റ് पर पहुंच गई हूं, ഞാൻ എവറസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സന്ദേശങ്ങൾ എത്തിക്കുന്ന വോക്കി ടോക്കി ഫോൺ കെ ജറിയെ, ഈ നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിച്ചു, ഞാൻ എവിടെ എത്തിയിരിക്കുന്നു? എവറസ്റ്റിൽ എത്തിയിരിക്കുന്നെന്ന്. ജബ് മേ 2-4 കദം പീച്ചേ ദി, 2-4 ചുവടുകൾ പുറകിലായിരുന്ന ആ സമയത്ത് മേരി ആത്മാനെ കഹ, എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ടായിരുന്നു, कि मैं ये क्या करने जा रही है, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നെൻ്റെ മനസ്സ് എപ്പോഴും എന്നോട് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നോക്കാം. മൗണ്ട് എവറസ്റ്റിൽ കയറിയ സന്തോഷ് യാദവുമായിട്ട് മനീഷ് കുമാർ നടത്തിയ അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇതിൻ്റെ തുടർ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് എടുത്ത ഭാഗങ്ങൾ വളരെ നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായ ഭാഗം വീണ്ടും ശ്രദ്ധിക്കാം. ഗുഡ് ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.